സദ്ഗുരുഭ്യോ നമഃ. അരുണാരുണകല്ലോലകരുണാകലിതാത്മനി നരാനുഗ്രഹരൂപായ ഗുരുവേ കുസുമാഞ്ജലി. ഓം സദ്ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങളേവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. നമ്മൾ അംബരീഷ ചരിതം അവലോകനം ചെയ്യുകയാണ്. അംബരീഷ് ദുർവാസാവും അംബരീഷ ചക്രവർത്തിയും തമ്മിലുള്ള സംവാദം. മാമവൃന്ദഭംഗം വരികിലും ഇന്നു തിരുവുള്ളമുണ്ടാക വേണമേ, വൈകാതെ പൂജ പരിഗ്രഹിക്കണമെന്ന കാംക്ഷയാ നൃപൻ താനിരക്കും വിധോ നമ്മെ ക്ഷണിച്ചു വൃഥാ ഫലമാക്കി നീചമ്മേ ഭുജിച്ചുകൊണ്ട് ഉച്ഛിഷ്ടമോ മമ ഭുക്തിക്ക് ധിക്കരിച്ച് ക്രിയ ചെയ്തതിങ്ങൊക്കെ ക്ഷമിപ്പതിനാവതല്ലകയാൽ ത്വദ്ഭൃതശക്തിയെല്ലാം ക്ഷയിപ്പിപ്പനെന്ന് ഉൾത്താരിലേറിന ഗോവേന സത്വരോ തജ്ജടയൊന്നു പിടിച്ചു പറിച്ചെറിഞ്ഞുജ്വലിച്ചങ്ങ് അതിങ്കേന്നൊരു കൃത്യയും വട്ടം തിരിഞ്ഞുഴന്ന് അഗ്നികിലാസമോ പെട്ടെന്നു ഭൂപനെ നോക്കിയെടുക്കുമ്പോൾ വിഷ്ണു ചക്രത്തെ സ്മരിച്ച് അവനീശ്വരൻ കൃഷ്ണ കൃഷ്ണ ഇതി ജപിച്ചളവ് അഞ്ജസ മധ്യേ ലലാടദേശത്തിങ്കിൽ നിന്നുടനത്യരവോ വിഷ്ണു ചക്രം പുറപ്പെട്ടത് കൃത്യതൻ കണ്ടം മുറിച്ചു കളഞ്ഞ് അതിവിദ്രുതോ മുനിയോ മാമുനിയോടടുക്കും വിധവും പേടിച്ചു പാരമ്പര്യമൃഗത്തോടുടനോടി തുടങ്ങിനാശു ശിവാംശജൻ കൂടെ തുടർന്നടുത്തു വിഷ്ണു ചക്രവും. അങ്ങനെ മഹാകോപീഷ്ണനായിരിക്കുന്ന ദുർവാസാവു മഹർഷി അംബരീഷന്റെ ഈ കർമ്മത്തിൽ വളരെ ദേഷ്യം പൂണ്ടു. അദ്ദേഹത്തിന് വളരെ കോപമുണ്ടായി. തന്നെ അതിഥിയായി ക്ഷണിച്ച് ഓദനത്തിന് അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ വിളിച്ചിട്ടാണോ താൻ ഭുജിച്ചിട്ട് തനിക്ക് ഉച്ഛിഷ്ടം തരുന്നത്? നീ ഭുജിച്ചതിന് ശേഷമുള്ള ഉച്ഛിഷ്ടമാണോ എനിക്ക് തന്നത്? ഇതുകൊണ്ട് ഇതിന്റെ പ്രതിഫലം നീ അനുഭവിക്കണം. നിന്റെ വ്രതശക്തിയെല്ലാം ഇന്ന് ഞാൻ നശിപ്പിക്കുന്നുണ്ട്. നീ ഏകാദശി അല്ലെങ്കിൽ ദ്വാദശി വ്രതം നോറ്റുകൊണ്ടാണല്ലോ ഇത്രയും ശക്തനായത്. ആ ശക്തി, നീ വിഷ്ണു ഭക്തനാണെന്നും നിനക്ക് ഏകാദശി വ്രതം കൊണ്ട് ശക്തി പ്രാപിച്ചിട്ടുണ്ടെന്ന് ഉള്ള തോന്നലാണ് നിനക്ക് കാരണമെങ്കിൽ ഇതാ നിന്റെ വ്രതഭംഗത്തെ അല്ലെങ്കിൽ നിന്റെ വ്രതത്തിന്റെ ആ ശക്തിയെ ഞാൻ ഇല്ലായ്മ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ തിരുജടയൊന്നെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്ന് അത്യുഗ്ര സ്വരൂപത്തോടു കൂടി ഒരു സത്വം പുറപ്പെട്ടു. കൃത്യ എന്നാണ് പറയുക. പദചലനം കൊണ്ട് ഭൂമിയെ ഇളക്കുന്ന രീതിയിൽ തുള്ളുന്ന ത്രിശൂലവും കയ്യിലെത്തിക്കൊണ്ട് കൃത്യ ദുർവാസാവിനോട് ചോദിച്ച് എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, അംബരീഷ ചക്രവർത്തിയെ ഇല്ലായ്മ ചെയ്യണമെന്ന്. ശരി, കൃത്യ അതിനായിട്ട് പുറപ്പെട്ടു. പക്ഷെങ്കില് അംബരീഷൻ തെല്ലുപോലും ചലിച്ചില്ല. അദ്ദേഹത്തിനൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. വരുന്നത് കൃത്യയാണെന്നും തന്നെ കൊല്ലാൻ പോവുകയാണെന്നും ഒന്നുമുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായില്ല. ഭക്തി വിശ്വാസത്തോടു കൂടിയ ആ അംബരീഷ മഹാരാജാവിന്റെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ തന്നെ വന്നു. ഭഗവാൻ അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്തിരുന്ന, ഭക്തന്റെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ കൽപ്പിച്ചു കൊടുത്തിരുന്ന ആ വിഷ്ണു ചക്രം, അത് അദ്ദേഹത്തിന്റെ ലലാടത്തിൽ നിന്നും ഭാരതദേശത്ത് നിന്ന് നെറ്റിത്തറത്തിൽ നിന്ന് പുറപ്പെട്ടു എന്നു മാത്രമല്ല, ഒരു 1000 സൂര്യന്മാരെ പോലെ തേജസ്സാർന്ന ആ ത്രിചക്രം കൃത്യയുടെ നേരെ എടുത്തു. കൃത്യയുടെ കണ്ഠം മുറിച്ചു കളഞ്ഞു. അടുത്തത് ആരാണ് ഇനി എന്ന് വിഷ്ണു ചക്രത്തിന് ലക്ഷ്യമായിട്ടുള്ളത്? ആരാണോ കൃത്യയെ നിയോഗിച്ചത് ആ വ്യക്തിയുടെ നേരെയായി വിഷ്ണു ചക്രം അതിശീഘ്രം
ദുർവാസാവ് മഹർഷിയുടെ പിന്നാലെ എത്തി. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സാക്ഷാൽ വൈകുണ്ഠനാഥനായ ശ്രീഹരിയുടെ വിഷ്ണുചക്രമാണ് വരുന്നത്, ഇതിനെ തനിക്ക് എതിർക്കാൻ സാധ്യമല്ല. ഓടി പെട്ടെന്ന് എവിടേക്ക് സത്വരം പിന്നെ നിന്നില്ല. വിഷ്ണുചക്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ തറ തൊടാതെ ഓടി പല ദിക്കിലും പോയി. ഭൂമിയിലും പാതാളത്തിലും മറ്റ് ലോകങ്ങളിലും ഒക്കെ സഞ്ചരിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത്. ഭഗവാന്റെ മഹിമ, ആ വിഷ്ണുചക്രം തന്റെ ഭക്തനെ ഉപദ്രവിക്കാൻ വന്നവനോടുള്ള ആ പ്രതികാരം ചെയ്യാനായിട്ട് സാക്ഷാൽ ശ്രീഹരി നിയോഗിച്ച ആ വിഷ്ണുചക്രം ദുർവാസാവിനെ എല്ലാ ലോകത്തിലും പിന്തുടർന്നു. അങ്ങനെ അദ്ദേഹം ഓടി ശിവാംശജൻ, ശിവന്റെ അംശജനായിട്ട് ഉണ്ടായിരിക്കുന്ന ആ ദുർവാസാവ്, എന്നിട്ട് പോലും വിഷ്ണുചക്രത്തെ നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം എല്ലായിടത്തും ഓടി അവസാനം ആര് മൂലമാണോ ഇതിന് കാരണമായത് അദ്ദേഹത്തെ തന്നെ സമീപിക്കാം എന്ന് കണ്ട് ഇന്ദ്രനെ സമീപിച്ചു. പാകാസുരനെ കൊന്നവൻ, അല്ലെങ്കിൽ പാകാസുരന്റെ എതിരാളിയായിട്ടുള്ളവൻ പാകാരി. അങ്ങനെ ആ വിഷ്ണുചക്രം അദ്ദേഹത്തെ തുടർന്നപ്പോൾ അദ്ദേഹം ഓടുകയാണ്. ഓടി തുടങ്ങിനാനാശു ശിവാംശജൻ, കൂടെ തുടർന്നെടുത്തു വിഷ്ണുചക്രവും. ഓടി തളർന്നു മഹാമുനിയും തഥാ പാകാരി തന്നുടെ മുമ്പിൽ മാറു ചെന്നാകുലമെല്ലാം അവനോട് ചൊല്ലിനാ. അല്ലയോ ഇന്ദ്ര, നിനക്ക് വേണ്ടിയാണ് ഞാൻ അംബരീഷനെ സമീപിച്ചത്. ആ അംബരീഷന്റെ നെറ്റിത്തടത്തിൽ നിന്നുണ്ടായ ആ ത്രിചക്രമാണ് എന്നെ ഉപദ്രവിക്കാനായിട്ട് വരുന്നത്. ഇതിനെ രക്ഷിക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, തൽക്കഥയൊക്കെ നിശമ്യ, ആ കഥകളെല്ലാം കേട്ടിട്ട് നാരായണ ചക്രഭയം തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ ശക്തിയില്ലേതും എനിക്ക്, അതോർത്തിങ്ങനെ നിൽക്കിലേറ്റം ഭവാനുണ്ട് അബദ്ധം ദൃഢം. ഭഗവാൻ ദുർവാസാവേ, അങ്ങ് എനിക്ക് വേണ്ടിയാണ് പോയതും ചെയ്തതും ഒക്കെ ശരിയാണ്, പക്ഷെ ഇപ്രകാരം ഒരു അബദ്ധം പിണയുമെന്ന് നമ്മളാരും അറിഞ്ഞില്ലല്ലോ. ഇത് വന്നിരിക്കുന്നത് സാക്ഷാൽ ശ്രീഹരിയുടെ ത്രിചക്രമാണ്. ഇതിനെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എൻ്റെ അടുത്ത് ഒരു രക്ഷയുണ്ടാകും എന്ന് കണ്ടുകൊണ്ട് അങ്ങ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദൃഢം അങ്ങേക്ക് അബദ്ധം സംഭവിക്കും, അങ്ങ് ആപത്തിലകപ്പെടും. അതുകൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കണ്ട. അതുകൊണ്ട് അങ്ങ് ഇവിടുന്ന് രക്ഷപ്പെട്ട് മറ്റേതെങ്കിലും ഒരു മാർഗം ആരാഞ്ഞോളൂ എന്ന് പറയും. നിൽക്കിലേറ്റം ഭവാനുണ്ട് അബദ്ധം ദൃഢം, വൃത്രാരിതൻ വചനങ്ങളിദ്ധം പരിശ്രുത്വാഭി. വൃത്രാസുരന്റെ ശത്രു ഇന്ദ്രൻ, അദ്ദേഹം പറഞ്ഞത് ശ്രുത്വാഭി, അത് കേട്ട് കഴിഞ്ഞപ്പോഴേ മൃത്യുഞ്ജയാംശ സമുത്ഭവൻ, ആ മഹാദേവന്റെ അംശത്തിൽ നിന്നുണ്ടായ ഉത്ഭവിച്ച ആ മഹർഷി, ആ മഹാമുനി സത്വരമങ്ങുടറി തിരിച്ചിടിനാൻ. എങ്ങോട്ട് പോണോന്നറിയില്ല. എന്നിരുന്നാലും പെട്ടെന്ന് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പെട്ടെന്ന് അവിടുന്ന് അദ്ദേഹം ഓടാൻ തുടങ്ങി. വിദ്രുതം കൂടെ അടുത്തിതോ ചക്രവും. മഹർഷി ഓടുന്നതിലധികം വേഗത്തില് ത്രിചക്രം അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി. ആത്രേയനാശുസു സംഭ്രമ സംയുതോ ആസ്തയാ ചെന്ന് വിസപ്രസൂനാസ്ഥിതം നേത്രേന്ദ്രിയാർത്ഥനായി അശ്വത്ഥപത്രവൽ ഗാത്രഹൃദയനായി വന്ദിച്ചു ചൊല്ലിനാൻ. അങ്ങനെ ആത്രേയൻ അത്രി മഹർഷിക്ക് പുത്രനായി ഉണ്ടായവൻ. അത്രിയുടെ അംശത്തിലാണല്ലോ, അത്രിക്കും അനസൂയക്കുമാണ് ദുർവാസാവ് ജനിച്ചത്. ആത്രേയൻ ദുർവാസാവ്. അദ്ദേഹം എവിടെ കൂടി? വിസപ്രസൂനാസ്ഥിതം. വിസം എന്ന് പറഞ്ഞാൽ താമര വളയം. വിസപ്രസൂനം താമരപ്പൂവ്. വിസപ്രസൂന സ്ഥിതം താമരപ്പൂവിലിരിക്കുന്നവൻ ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവന്റെ അടുത്ത് ചെന്നിട്ട് നേത്രേന്ദ്രിയാർത്ഥനായി അശ്വത്ഥപത്രവൽ ഗാത്രഹൃദയനായി വന്നിച്ച് ചൊല്ലിനാൻ. അശ്വത്ഥപത്രവൽ ആലില പോലെ വിറച്ചുകൊണ്ട് ബ്രഹ്മദേവനോട് അദ്ദേഹം തന്റെ സങ്കടം അറിയിക്കുകയാണ്.